पहली रसोई और मेकिंग फूड फॉर योर फैमिली इज अ फॉर्म ऑफ लव एंड अफेक्शन। तो हर चीज को फेमिनिज्म से जोड़ के स्लेवरी क्यों डिक्लेयर करना है? Dear, making food for your loved ones is okay. But അത് പ്രോബ്ലമാറ്റിക് ആകുന്നത് ഈ കാര്യം സ്ത്രീകളിൽ നിന്ന് മാത്രം എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ്. जो लड़कियां अपने ट्रेडिशंस को फॉलो कर रही हैं और उसमें खुश हैं, मतलब उनकी खुशियां तुमसे बर्दाश्त नहीं हो रही हैं. If making food is truly about expressing love and affection, വീട്ടിലുള്ളവർ എല്ലാം തന്നെ ഇത് ചെയ്യണം. അല്ലാതെ ഔട്ട്ഡേറ്റഡ് ആയ കൾച്ചറൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ചോയ്സ് ആണ് എന്ന് പറയുന്നവരും ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത് മിസോജിനി തന്നെയാണ്. വാട്ട് ഈസ് ദിസ് ട്രഡിഷൻ? You don't even realize that you are forced to do it by this society. तो नौकरानी हो, you are doing unpaid labor, feeling pity for you, go girl get a life kind. It's not unpaid labor when everyone from the family is doing it for love and affection. But it becomes unpaid labor when it becomes duty of women only. And that is pure slavery. तो सुनो मेरी बात, इंडिपेंडेंट बनो, एम्पावरमेंट लाओ, अपनी जेंडर रोल्स की रिस्पॉन्सिबिलिटीज को समझने में और निभाने में कोई भी शर्म नहीं होनी चाहिए और ना ही ये स्लेवरी है. And what is this gender roles? ഭക്ഷണം ഉണ്ടാക്കുക, വീട്ടിലുള്ളവരെ അത് കഴിപ്പിക്കുക എന്നതൊക്കെ സ്ത്രീകളുടെ ജെൻഡർ റോൾസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഐ റിയലി പിറ്റി യു. तुम अपने प्रोफेशन के साथ अपने जेंडर रोल्स को भी फॉलो कर सकती हो, इसमें कोई बड़ी बात नहीं. യെസ് ഓഫ് കോഴ്സ്, പ്രൊഫഷനൊപ്പം ആണുങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം. ट्रेडिशंस जो होते हैं ना वो कभी भी आउटडेटेड नहीं होते. Women working in kitchen is not a tradition. People like you are normalizing it and trying to make it a tradition again. उनमें वार्मथ, वैल्यूज और बॉन्डिंग होती है. സ്ത്രീകൾ 24 മണിക്കൂറും അടുക്കളയിൽ ജോലി ചെയ്ത് വീട്ടിലുള്ളവർക്കെല്ലാം വച്ച് വിളമ്പുന്നത് എന്തിനു വേണ്ടിയാണ്? വാംത്ത്, വാല്യൂ, പിന്നെ ബോണ്ടിങ്ങിനും വേണ്ടി. വണ്ടർഫുൾ പോയിന്റ്. बट जो उसकी बेसिक नीड्स हैं, जैसे कि उसकी फैमिली की केयर करना, उनके लिए छोटे छोटे एफर्ट्स कर देना, उससे तुम्हें कोई लेना देना नहीं हो, तो ये चीज नहीं हो सकता. ഭർത്താവിന്റെ ഫാമിലിയെ കെയർ ചെയ്യുക, അതിനുവേണ്ടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ഈ കെയറിങ്ങും ബോണ്ടിങ്ങും ഒന്നും വേണ്ടേ? ഭർത്താവ് കുറച്ച് കെയറും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആ ബോണ്ടിങ് അവിടെ കൂടെ വരുത്തുന്നേ. അയ്യോ, പക്ഷെ അത് പറ്റത്തില്ല. അത് ട്രഡീഷനും ജെൻഡർ റോൾസും ഒന്നും അല്ല കേട്ടോ. ട്രഡീഷനും ജെൻഡർ റോൾസും എല്ലാം നോക്കി നടത്തേണ്ടത് സ്ത്രീകളുടെ മാത്രം കടമയാണ്. സ്ത്രീകൾ 24 മണിക്കൂറും അടുക്കളയിൽ ജോലി ചെയ്ത് ബാക്കിയുള്ളവർക്ക് വച്ച് വിളമ്പുന്നത് ട്രഡീഷനും ജെൻഡർ റോൾസും ആണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ട്രഡീഷനും ആ ജെൻഡർ റോൾസിനും കാലിന്റെ നഖത്തിന്റെ പോലും വിലയില്ല.